രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത പരാതിയിൽ 10 കോടി രൂപയാണ് മാനനഷ്ടം കൊടുക്കേണ്ടത്. ഷഹനാസ് മൂഞ്ചിയല്ലേ? അതിനിടയിലാണ് മറ്റൊരു വാർത്തയും കൂടി പുറത്തേക്ക് വരുന്നത്. ഷഹനാസിനെതിരെ മാനനഷ്ടത്തിന് മറ്റൊരു എഴുത്തുകാരൻ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഷഹനാസ് ആരാണ് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അതായത് സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തിയ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിരുന്ന കോളേജിലെ അധ്യാപകരെ എല്ലാം പറ്റിച്ചുകൊണ്ട് വട്ടത്തിൽ മൂഞ്ചിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ഒരു വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച വ്യക്തിയാണ്. പിന്നീട് അവിടെ നിന്ന് മുങ്ങേണ്ടി വന്നു. കാരണം അതെല്ലാം നുണയാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപാട് നുണകൾ ഇതിനോടകം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ മോശപ്പെട്ട മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു. ആ മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന സമയങ്ങളിലും അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വലിയ രീതിയിലെ ചങ്ങാത്തവും അതുകൂടെ തന്നെ ദുബായിലേക്കൊക്കെ ക്ഷണിച്ച കഥകളും നമ്മൾ കേട്ടതാണ്. നുണകൾ കൊണ്ട് കൂമ്പാരം കൂട്ടി അതിന് മുകളിൽ കയറിയിരിക്കുകയായിരുന്നു ഷഹനാസ്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കും. എന്നിട്ടും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ഇത് മനസ്സിലാക്കുന്നില്ല. അവരുടെ മെമ്പർഷിപ്പ് ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം ജനങ്ങൾ ഷഹനാസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ പാർട്ടിക്ക് അതിനൊന്നും താല്പര്യമില്ല, അതൊന്നും കേൾക്കാനും വയ്യ എന്നാ പറയുന്നേ. എന്തായാലും പുതിയ വാർത്ത കേൾക്കാം. അതിനുശേഷം ഇവര് രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കിയതും അതിൽ കിട്ടിയ പണിയും ഒക്കെ കേൾപ്പിക്കാം. െതിരെ കേസ് കൊടുത്ത പ്രസാധക MA ഷഹനാസിന് എഴുത്തുകാരൻ VR സുധീഷ് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചു. പ്രസാധകയുടെ പരാതിയെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് VR സുധീഷിനെതിരെ ചുമത്തിയത്. 15 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് എഴുത്തുകാരന്റെ ആവശ്യം. 15 ദിവസത്തിനകം മാപ്പ് പറയാനോ? മാനനഷ്ട കേസ് കൊടുത്തതിന് അടക്കം അവര് കളിയാക്കലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഇവിടെയുള്ള നിയമ സംവിധാനത്തെയൊക്കെ പുച്ഛമാണ് തനിക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ നേരിട്ടൊരു പരാതിപ്പെടുകയല്ലേ വേണ്ടത്. ഇവർ അങ്ങനെ ഒന്നല്ല ചെയ്യുക. ഇവർ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വലിയ ആളാവും എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഇവിടെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടല്ലോ. അത് കാണുമ്പോൾ തന്നെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഒരുപാട് നുണകൾ ഞാൻ പറഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഓഫാക്കാൻ പറഞ്ഞ കഥയും നമ്മൾ എല്ലാവരും കേട്ടതാണ് എന്നുള്ളതാണ്. ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നുള്ള പുസ്തകങ്ങൾ കൈപ്പറ്റുകയും അതെല്ലാം വിറ്റ് ഒരു രൂപ പോലും അദ്ദേഹത്തിന് കൊടുക്കാതെ വരികയും ചെയ്തപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റിന്റെ പുറത്താണ് ഇവർ പരാതിപ്പെടുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരൊരു പരാതി കൊടുക്കുന്നു. തന്റെ ഭാര്യയെ ചേർത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടി കേൾക്കാം നമുക്ക് എന്തായാലും. ഭീഷണിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രസാധക MA ഷഹനാസിന്റെ പരാതിയിൽ എഴുത്തുകാരൻ VR സുധീഷിനെതിരെ ചുമത്തിയിരുന്നത്. എൻ്റെ പുസ്തകം വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട്, ആദ്യ പുസ്തകം മാഷിൻ്റേതായിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പുസ്തകം അവർക്ക് കൊടുത്തത്. ഇവർ ഈ പുസ്തകം നന്നായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാശും തന്നില്ല, എഗ്രിമെന്റ് തന്നില്ല. അടിപൊളി. എന്തൊക്കെയാണോ കേട്ടോണ്ടിരിക്കുന്നത്? പഠിക്കുന്ന കോളേജിലുള്ള അധ്യാപകരെ പറ്റിക്കുന്നു, IAS റാങ്ക് ഹോൾഡർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി അദ്ദേഹത്തിന് ആ ഫണ്ട് കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഒരു പോസ്റ്റ് ഇട്ടപ്പോ എന്തൊക്കെയോ നുണയും പറഞ്ഞിട്ട് അങ്ങനെ പരാതിപ്പെട്ടിരിക്കുന്നു. ഈ മാനനഷ്ട കേസ് കൊടുക്കുകയോ ഇവർക്കെതിരെ ആരെങ്കിലും പരാതിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ അത് കാണുന്നതെന്ന് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിനെ കളിയാക്കി ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ. കേസിൽ VR സുധീഷിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. കുറേ ഞാൻ സഹിച്ചു. എല്ലാ ചാനലുകളൊക്കെ കയറിയിട്ട് എന്നെപ്പറ്റി പലതരത്തിലുള്ള കള്ളക്കഥകൾ, ഒരു ചാനലിൽ പറയുന്നതല്ല വേറൊരു ചാനലിൽ പറയുന്ന കഥ, ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞപ്പോഴും ഞാൻ ഇതിന് നിർബന്ധിതനായതാണ്. ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അവരാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത്. എനിക്കൊരു മകളാണ്, എൻ്റെ മകൾക്ക് അമ്മയുണ്ട്. അവരെ പോലും അപമാനിച്ചു. അവരോട് ഞാൻ സ്ത്രീവിരുദ്ധമായിട്ട് പെരുമാറി എന്നാണ് ഇവർ പറയുന്നത്. ഈ കേസിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സാക്ഷി അവരായിരിക്കും. എൻ്റെ മകളുടെ അമ്മയും എൻ്റെ മകളും ആയിരിക്കും. ഇവർക്കെതിരെ പറയാനായിട്ട് വരുന്നത് അവരായിരിക്കും. അവർ എന്നോട് ചോദിച്ചു, എന്ത് സ്ത്രീവിരുദ്ധതയാണ് നിങ്ങൾ കാണിച്ചത്, ഇത് പറയാൻ ഇവരാരാ എന്ന് ചോദിച്ചു. നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം പ്രസാധക മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ വേണമെന്നുമാണ് എഴുത്തുകാരന്റെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഓക്കെ, അപ്പൊ ഊളത്തരങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യനും പറ്റിച്ചല്ലേ. ഇവിടെ ഒരുപാട് ജനങ്ങളെ പറ്റിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെയും കൂടി അങ്ങ് പറ്റിച്ച്. അടിപൊളി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത പരാതി ഇതാണ്: 10 കോടി നഷ്ടപരിഹാരം വേണം. മോശക്കാരനാക്കി ചിത്രീകരിച്ചു. MA ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഒരു സംഭവം വന്നപ്പോ തന്നെ ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് എനിക്ക് ഇത്രയും സാധിക്കോ, എന്നോട് തന്നെ എനിക്കൊരു ബഹുമാനം, ഞാൻ എന്നെ തന്നെ ഒന്ന് സല്യൂട്ട് ചെയ്തു, കൊടുക്കടാ കേസ്. അത് ശരി. അവിടെ വന്ന് ഊളത്തരം പറഞ്ഞിട്ട് കേസ് കൊടുത്തപ്പോ ആളോട് ഇങ്ങനെ പറയുന്നത്. അതായത് ഈ ചില സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണത്. ഞങ്ങളെ നിയമം സംരക്ഷിക്കുന്നത് പോലെ ആണുങ്ങളെ സംരക്ഷിക്കില്ല. അതുകൊണ്ട് അവൻ കേസ് കൊടുത്താൽ എനിക്കൊരു തേങ്ങാക്കൊലി ഇല്ല എന്നാ പറയുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കൂടെ എനിക്ക് പറയാനുള്ളത്,
ഇവരൊന്നും പുറത്താക്കാത്തത് കൊണ്ട് ഒരുപാട് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോ വോട്ടൊന്നും കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും ഇവർ ഇന്നിട്ടൊരു പോസ്റ്റും കൂടി ഞാൻ വായിക്കാം. എണ്ണിക്കൊണ്ടിരിക്കുക, അതായത് ആ ഒരു 10 കോടിയുടെ നഷ്ടപരിഹാരത്തിനെ കളിയാക്കിക്കൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല, പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകൾ. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ്, ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ, എന്തൊക്കെയായിരുന്നു വ്യാജകാർഡായിട്ട് വന്നപ്പോ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു, എന്നിട്ട് ഇപ്പൊ എന്തായി, ശവനായി പവനായി. എന്തുണ്ടേടത്? കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ട്. അത് വെല്ലുവിളിയാ. ആരാണ് വ്യാജം പറഞ്ഞുണ്ടാക്കിയെന്ന് ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നത് താങ്കളുമായി വൃത്തികെട്ട രീതിയിൽ എന്തോ സംഭാഷണം നടന്നു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിജീവിതമാർക്കെതിരെ പരാതി കൊടുക്കൂ മാനനഷ്ടത്തിന് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അല്ലെങ്കിൽ ദുബായിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ്? അങ്ങനെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്റെ പൊന്നു ചാച്ചി, എന്റെ ഷഹനാസ് ചാച്ചി, കുറെ ആളുകൾ താങ്കൾക്ക് എതിരെയാണെന്നുള്ളതാണ്. പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമിളകൾ. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ്? വക്കീൽ നോട്ടീസ് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിച്ച് ഷഹനാസ്. അതായത് നിയമം കൊണ്ട് കളിക്കുമ്പോൾ നിയമം കൊണ്ട് തന്നെ ആളുകൾ കളിക്കും. അതിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടുകൊടുക്കാം. അത് ജനങ്ങൾ കാണും, നമ്മളെ പോലെയുള്ള ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യും, ട്രോളന്മാരെടുത്തിട്ട് ട്രോളും, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. നിങ്ങൾ കണ്ട വാട്സപ്പ് മെസ്സേജുകളുടെ മുകളിലോട്ടോ താഴോട്ടോ കാണിക്കാൻ അവർ ധൈര്യപ്പെടില്ല. കാരണം അത് കാണിക്കുമ്പോൾ അവർക്ക് തന്നെയാണ് നാണക്കേട് വരിക. അവർ ആ രീതിയിലാണ് എന്നോട് പെരുമാറിയത് എന്നത് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ ഭർത്താക്കന്മാരെ പറ്റിച്ചിട്ട് മറ്റുള്ള ആണുങ്ങളുടെ കൂടെ പോകുമ്പോൾ അതിനെ ഞങ്ങളെ നാട്ടിൽ പറയുന്നത് വേറെ പേര്, അതിവിടെ പറയാൻ കഴിയില്ല, കേസ് നടക്കുന്ന കാര്യമല്ല, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ടമാർ പടാറ് അങ്ങനെ പറയണം. ഈ ടമാർ പടാറുകൾ പറയുന്നത് എങ്ങനെയാണ് ജനങ്ങൾ എടുക്കുക? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ കോടതി കണ്ടെത്തി അദ്ദേഹത്തിനെ ശിക്ഷിക്കട്ടെ. അയാൾ ചെയ്യുന്നത് എല്ലാം നന്മയാണ് എന്നൊന്നും ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല. എല്ലാവരും പച്ചയായ മനുഷ്യന്മാരാണ്, തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തും പറ്റും എന്നുള്ളതാണ്. പക്ഷെ അയാൾ കാണിച്ച ഒരു മാന്യത എന്താ വെച്ചാല്, ഇവിടെ അതിജീവിതകളാണെന്ന് പറയുന്ന ആളുകൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ അദ്ദേഹം അതല്ല ചെയ്തത്, നേരെ അത് കോടതിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. മാന്യമായ രീതിയിലാണ് അത് ചെയ്തത്. അദ്ദേഹത്തിന് ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇടാം, മറ്റുള്ള ന്യൂസ് ചാനലുകൾക്ക് വിട്ടുകൊടുക്കാം, വലിച്ചു കീറായിരുന്നല്ലോ. പക്ഷെ അത് ചെയ്തില്ല. മാന്യത എന്നൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അടിപൊളിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ അവകാശപ്പെടാൻ ഞാൻ ആളല്ല. കാരണം പച്ചയായ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റുകൾ പറ്റും, തിരുത്തപ്പെടണം എന്നുള്ളതാണ്. ഇവിടെ ഭർത്താക്കന്മാരെ ശരിക്കും മൂഞ്ചിപ്പിച്ചിട്ടുണ്ടല്ലേ, ഇവിടെ കോടതി പറഞ്ഞതും അത് തന്നെയാണെന്നുള്ളതാണ്. ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഉളത്തരം കാണിക്കുന്നത് കേസുമായി വന്നിട്ട് ഒരു കാര്യമില്ല, പോയി പണി നോക്കുന്ന പറയുന്നത്. ഇവിടെ ഷഹനാസ് ചെയ്ത കാര്യങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. IAS റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് ആ കോളേജിലുള്ള ആളുകളെ പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത്ര വലിയ ഊളത്തരാണ്. അതൊക്കെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എത്ര വലിയ നുണ പറയുന്ന ആളാ. വ്യക്തമായി ജനങ്ങൾക്ക് അറിയാം ഷഹനാസ് പറഞ്ഞത് നുണയാണ് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ, ഊളത്തരം കാണിക്കുക, അതാണ് അവരുടെ ഒരു മെയിൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഈ ഒരു മനുഷ്യനെ പോലും പറ്റിച്ചത് കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട്, വിൽപ്പന നടത്തിയിട്ടുണ്ട്, ഫണ്ട് കൊടുത്ത്, അങ്ങനെ പല കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിർവാഹമില്ലേ അവരെ പിടിച്ച് പുറത്താക്കാനേ. ജനങ്ങളൊക്കെ വോട്ട് ചെയ്യൂല, ജനങ്ങളൊക്കെ പോവും. അത്രമാത്രം ആളുകൾ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒഴിവാക്കുക എന്നുള്ളത്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് മത്സരിക്കുമ്പോൾ ഷഹനാസിന് ഓപ്പോസിറ്റ് നിന്ന് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ ഷഹനാസിനെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി പിന്തുണച്ചുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയാൽ പോലും, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും അദ്ദേഹത്തിന് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്ര ജനപിന്തുണ അദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഷഹനാസിനെ പോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന കാര്യവും ഈ രാത്രി പോലെ തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ഇനിയും ഊളത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഇവിടെ അതിജീവിതമാരുടെ കൂടെ നിൽക്കാൻ ഇപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം കോടതിയുടെ നിരീക്ഷണം തന്നെയാണ് ഇതിനൊക്കെ കാരണം. അദ്ദേഹത്തിന്റെ തെളിവുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു, കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നു. ഇനി അടുത്തത് ഈ കേസെല്ലാം എടുത്ത് ദൂരെ കളയുമെന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇവിടെ പാൾ സൈനിങ് ഓഫ്.